കേന്ദ്രം. പക്ഷേ കേന്ദ്രം അത് പൂർണ്ണമായിട്ടും നിർത്തലാക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ഒരിക്കലുമില്ല, ഒരു പ്രതിസന്ധിയുമില്ല. പ്രതിസന്ധി മുഴുവൻ ഇവിടുത്തെ ധൂർത്തും കൊള്ളയും മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ബാക്കി സംസ്ഥാനങ്ങളിൽ 10 കൊല്ലം കൂടുമ്പോൾ ശമ്പളം കൂട്ടുന്നു, ഇവിടെ 5 കൊല്ലം കൂടുമ്പോൾ ശമ്പളം കൂട്ടുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ധൂർത്തും ചെലവും നമുക്കറിയാമല്ലോ. നമ്മുടെ സംസ്ഥാനത്തുള്ള എത്ര PSC മെമ്പർ, UPSCക്ക് ഇല്ലാത്തത്ര മെമ്പർമാരാണല്ലോ കേരളത്തിലെ PSCക്ക് ഉള്ളത്. ഇവിടുത്തെ മന്ത്രിമാർക്ക് മാത്രമാണല്ലോ 2 വർഷം കൂടുമ്പോ വൻ പടയായിട്ട് സ്റ്റാഫിനെ നിയമിച്ച് അവരെ പിരിച്ചുവിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ പെൻഷൻ കൊടുക്കുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത ഇത്തരം ധൂർത്തുകൾ, ജനങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാത്ത ഇത്തരം വെട്ടിപ്പുകളും തട്ടിപ്പുകളും മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, UPക്കൊക്കെ ഉണ്ടായിരുന്ന കടം അവർ എത്ര പുറകോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം എടുത്ത് മാറ്റിവെച്ചിട്ട് ഇവിടെ കൃഷി സമ്മതിക്കില്ല, ഞങ്ങൾ പൂട്ടിക്കും, ഇവിടെ വ്യവസായം ഞങ്ങൾ പൂട്ടിക്കും, ഇവിടെ ഞങ്ങൾ പൂട്ടിക്കും, അങ്ങനെ സമരം ചെയ്ത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള വികസന സാധ്യതകളെയും തകർത്ത് കളഞ്ഞിട്ട് തെണ്ടി നടക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ അടുത്ത് പോയി തെണ്ടി നടക്കുന്ന ഒരു തെണ്ടി സംസ്ഥാനമാക്കി നമ്മളെ ജയസൂര്യൻ, അത്തരം വാക്കുകൾ വേണമോ? താങ്കളൊന്ന് സ്വയം പരിശോധിക്കൂ. കാരണം കേരളം തെണ്ടുന്നത് എന്തിനാണ്? കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ കേരളം, കേരളത്തിന് അവകാശപ്പെട്ടത് കേരളം ചോദിക്കുന്നതിനെ തെണ്ടലായി കാണുന്നത് എന്താണ്? നിങ്ങളുടെ ഔദാര്യമല്ലല്ലോ കേരളത്തിന് ലഭിക്കുന്നത്. കൃത്യമായിട്ട് ഞാൻ മറുപടി പറയാനും ചോദ്യം മാത്രം പോരാ കേട്ടോ. അതായത് കേരളത്തിന് ആവശ്യമുള്ളതും അവകാശപ്പെട്ടതുമായത് കൊടുത്തു കഴിഞ്ഞു, അതിൽ കൂടുതലും കൊടുത്തു കഴിഞ്ഞു. നിരവധി തവണ കൊടുത്തു കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന സർക്കാരുകൾക്ക് ഒരിക്കലും ചോദിക്കാൻ കഴിയാത്ത രീതിയിൽ മുൻ സർക്കാരുകൾ കേന്ദ്രത്തിൽ വാങ്ങിക്കാവുന്നതും അതിൽ കൂടുതലും കടമെടുത്തിട്ട് കേന്ദ്രത്തിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിക്കാമെന്ന് കരുതുന്നത് തികച്ചും തെറ്റാണ്. അത് മലയാളിയോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കപ്പെടുന്നത്. കാരണം സ്വന്തം സംസ്ഥാനത്ത് യാതൊരു വിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അനുവദിക്കാതെ, യാതൊരു വിധത്തിലും കൃഷിയും വ്യവസായവും ബിസിനസ്സും അനുവദിക്കാതെ, വരുമാനം ഉണ്ടാക്കാൻ കഴിയാതെ, കേന്ദ്രം തന്നാൽ മാത്രം ജീവിക്കാമെന്ന് പറയുന്ന ഒരു നാണം കെട്ട രാഷ്ട്രീയ സംസ്കാരം ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. കേന്ദ്രം തന്നാൽ ജീവിക്കുള്ളൂ. തമിഴ്നാട് അങ്ങനെ ആയിരുന്നല്ലോ, ആന്ധ്ര അങ്ങനെ ആയിരുന്നല്ലോ, കർണാടകയും UPയും മധ്യപ്രദേശും അങ്ങനെ ആയിരുന്നല്ലോ. അവരൊക്കെ ഇപ്പൊ മാറിയില്ലേ? അവരൊക്കെ തന്നെ വരുമാനം ഉണ്ടാക്കിയില്ലേ? അവിടെയൊക്കെ കൃഷിയും വ്യവസായവും ബിസിനസ്സും വളരുമ്പോ ഇവിടെ എന്തുകൊണ്ട് വളരാത്തത്? ഇവിടെ ഈ തരത്തിലുള്ള രാഷ്ട്രീയം നിലനിൽക്കുന്നിടത്തോളം കാലം മലയാളി കുത്തുവാള എടുക്കും. എടുത്താലും ഇടതിനെയും വലതിനെയും മാറി മാറി ജയിപ്പിക്കുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മിസ്മാനേജ്മെന്റ് ഇവിടെ നടക്കുന്നത്. പിന്നെ ശ്രീ ജയസൂര്യൻ, നമ്മുടെ രാജ്യവും കടമെടുത്ത് തന്നെയാണ് പല കാര്യങ്ങളും നിർവഹിക്കുന്നത് എന്ന കാര്യം കൂടി താങ്കൾക്ക് ബോധ്യമുണ്ടാകുമെന്ന് തോന്നുന്നു. ഇങ്ങനെ കേരളത്തെ അധിക്ഷേപിക്കുമ്പോൾ എന്താണ് രാജ്യത്തിന്റെ അവസ്ഥ എന്ന ഒരു സ്വയം പരിശോധന കൂടി നടത്തുക. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.